സജി നന്ദിയാട്ട് കൂടി നമുക്കുണ്ട്. ശ്രീ സജി നന്ദിയാട്ട്, നമ്മുടെ നികുതി പണം കൊണ്ട് പ്രവർത്തിച്ചൊരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് അത് പുറത്തു വരാനേ പാടില്ല എന്ന തരത്തിൽ ആരൊക്കെയോ നിലപാടെടുക്കുന്നുണ്ടല്ലോ, അത് ശരിയായൊരു സമീപനമാണോ ഇങ്ങനെ നീണ്ടു പോകുന്നത്? അല്ല, ഒന്നാമത്തെ ഈ ഹേമ കമ്മീഷനെ നിയോഗിച്ചത് എന്തിനാണ്? ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ദുരാനുഭവം ഉണ്ടെങ്കിൽ അതേക്കുറിച്ച് പഠിച്ച് സർക്കാരിലേക്ക് സമർപ്പിക്കുക, സർക്കാർ അതിനനുസരിച്ചുള്ള നടപടി സ്വീകരിക്കുക. ഇത് പുറത്തുവിടാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയ റിപ്പോർട്ടാണെന്ന് പറയുന്നതാണ് ഇത് പ്രശ്നമാണത്. പുറത്തുവിടാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയ റിപ്പോർട്ടല്ല, അവിടെയാണ് ആദ്യത്തെ പ്രശ്നം. ഇതിന്റെ ഒന്നാമത്തെ അവിടെ തന്നെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പോൾ റിപ്പോർട്ട് കിട്ടിയിട്ട് 5 വർഷമാകുന്നു. ഇത്രയും വർഷമായി ഇതിൽ ഗൗരവതരമായ പരാമർശമുണ്ടെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് പോലീസിന് കൈമാറേണ്ടേ? അല്ലെങ്കിൽ നമുക്ക് സർക്കാരിൽ തന്നെ നിയമ സംവിധാനങ്ങളുണ്ടല്ലോ, ഒരു നിയമോപദേശം തേടണ്ടേ? അങ്ങനെ എന്തെങ്കിലും തേടിയതായോ? അങ്ങനെ എന്തെങ്കിലും ഗൗരവതരമായ പരാമർശവും ആരോപണം ഉണ്ടെങ്കിൽ അത് നിയമപരമായ സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കാൻ സർക്കാർ നടപടിയെടുത്തതായോ താങ്കൾക്കറിയാമോ, ഈ റിപ്പോർട്ട് പുറത്തു വിട്ടില്ലെങ്കിലും? അല്ല, എനിക്ക് നമ്മളല്ല, അവിടെ ഓരോരുത്തരെ വിളിച്ച് വളരെ സൗഹൃദത്തോടെയും ചിലരോട് വളരെ ഗൗരവമായും പലതരത്തിലുള്ള ടാക്ടിക്സ് ഉപയോഗിച്ച് ആണ് അവിടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹേമ കമ്മീഷൻ. ആ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് രഹസ്യ സ്വഭാവത്തോടെയാണ്. അത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ, അവിടെയാണ് പ്രശ്നം. വേറെ 2 തരത്തിലുള്ള ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ അവരെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായി നമ്മൾ അതിനെതിരാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാൻ നല്ലൊരു സമാധാനപരമായ അന്തരീക്ഷം, സേഫായൊരു അന്തരീക്ഷം, ഒരു സേഫായിട്ട് ഈ ഇൻഡസ്ട്രി മാറണമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിന് മുമ്പ് ഇവിടെ സംസാരിച്ച എനിക്കൊന്ന് ദേവതയാണെന്ന് തോന്നുന്നു. അവിടെ പറയുന്നത് കേരളത്തിലെ IC ഒന്നും വളരെ മോശം പ്രവർത്തിക്കുന്നില്ല എന്നാണ്. വളരെ തെറ്റായൊരു കാര്യമാണ് അവിടെ സൂചിപ്പിച്ചത്. ഞാനതിനെ WCC ഉൾപ്പെടെ ഉള്ള മലയാള സിനിമയുടെ 7 സംഘടനകൾ ചേർത്തൊരു ICC ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഓൾറെഡി ഇവിടെ നിലവിലുണ്ട്. അതിന് WCC കൊടുത്ത പരാതിയിന്മേൽ ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് വനിതാ കമ്മീഷൻ, കേരളത്തിലെ വനിതാ കമ്മീഷൻ, കേരളത്തിലെ അപ്പെക്സ് ബോഡിയായ സിലിൻ ചേംബറിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം സിലിൻ ചേംബർ ഓരോ യൂണിറ്റും ഓരോ ലൊക്കേഷനും, അതായത് ഓരോ സിനിമയുടെ ലൊക്കേഷനും ഓരോ യൂണിറ്റ് ആയിട്ട് ഓരോ വർക്കുകളൈസ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു നല്ല ഇടപെടൽ ഉണ്ടെങ്കിൽ അത് സ്വാഗതാർഹം തന്നെയാണ്. പക്ഷെ നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തിരുത്തൽ നടപടിക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നു. അത് പുറത്തു വിട്ടില്ലെങ്കിലും നടപടി ഉണ്ടാകും. നടപടി ഉണ്ടായതായി നമുക്കറിയില്ല. സർക്കാരിന് ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് സാംസ്കാരിക മന്ത്രി, സിനിമാ മന്ത്രി പറയുന്നുമുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തു വരുന്നില്ല എന്ന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തുടർ നടപടി സ്വീകരിച്ചതായും അറിയില്ല. ഇങ്ങനെ വെറുതെ ഷോക്കേസിൽ വയ്ക്കാനായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു കമ്മിറ്റിയെ പ്രഖ്യാപിച്ചത് അതൊരു പൊതുസമൂഹത്തിൽ ഒരു നല്ല ഇമേജ് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് വെറുതെ പ്രഖ്യാപിച്ചതായി നമ്മൾ കരുതേണ്ടി വരുമോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇതിനകത്ത് വളരെ ക്യൂരിയോസിറ്റി പറയുന്നുണ്ടല്ലോ. ഇതുപോലെ മലയാള സിനിമയുടെ സമഗ്ര വികസനത്തിനായിട്ട് 2-3 കമ്മിറ്റി ഇതിനു മുമ്പ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആ കാര്യത്തിൽ ഇതുവരെ ഒരു കാര്യവും ഒരക്ഷരം പോലും ഇതുവരെ അടൂർ ഗോപാലകൃഷ്ണൻ റിപ്പോർട്ട് മലയാള സിനിമയുടെ സമഗ്രമായ വികസനത്തിനും മാറ്റങ്ങൾക്കും വേണ്ടി കൊടുത്ത റിപ്പോർട്ടിന് ഒന്നും ഇതുവരെ നടപ്പിലാക്കുന്നില്ല. വർഷങ്ങളായിട്ട് നിങ്ങളാരും അതേക്കുറിച്ച് വ്യഗ്രത കാണിക്കുന്നില്ല. മറിച്ച് ഇപ്പൊ ഇതേക്കുറിച്ച് വ്യഗ്രത കാണിക്കുന്ന ലക്ഷ്യം എന്താണെന്നറിയോ? നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഇതിനകത്ത് ഏതെങ്കിലും സെക്സ്വൽ ഹറാസ്മെന്റ് ഉണ്ടെങ്കിൽ വഴിയിലിട്ട് അലക്കുക, അതല്ലേ നിങ്ങളുടെ ഉത്തരവാദിത്വം. അത് തന്നെയാണ് പ്രശ്നം. ഇക്കാര്യത്തിൽ എന്തെങ്കിലും സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ടെങ്കിൽ അതിൽ എന്തുകൊണ്ട് നിയമപരമായ നടപടി ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് പ്രശ്നം. അക്കാര്യത്തിൽ താങ്കൾക്ക് സംശയം വേണ്ട. അത് തന്നെയാണ് പ്രശ്നം. അത് തന്നെയാണ് WCCയും ഉന്നയിച്ചത്. അങ്ങനെ ഹരാസ്മെന്റ് നടക്കുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചേക്കാമെന്ന് ആ ഘട്ടത്തിൽ കമ്മിറ്റി വയ്ക്കുമ്പോൾ സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. അല്ല, ഞങ്ങൾ അതിനെതിരല്ല. ഞാൻ ചോദിക്കട്ടെ, ഏത് സംഘടനയാണ് ഇതിനെ അനുകൂലിക്കുന്നത്? ഒരു സംഘടനയെ സ്ത്രീകളായ ഏതെങ്കിലും പ്രതി ചൂഷണം ഇതിനെ അനുകൂലിക്കുന്നില്ല. സംഘടനയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സംഘടന അംഗങ്ങളല്ല സിനിമയിൽ പ്രവർത്തിക്കുന്നത്. ഈ മലയാളത്തിലെ എല്ലാ സംഘടന പെർക്കയായാലും അമ്മയായാലും ഫിലിം ചേംബറായാലും പ്രൊഡ്യൂസറൈസ് അസോസിയേഷൻ ആയാലും ഏതായാലും താങ്കൾ ഉന്നയിക്കുന്ന വാദവുമുണ്ട്. അതേസമയം തന്നെ WCC മുന്നോട്ട് വയ്ക്കുന്ന WCC അടക്കം ഈ റിപ്പോർട്ട് പുറത്തേക്ക് വരണം, നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നവരുടെ വാദവും നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് കോടതിയിലേക്ക് കാര്യങ്ങൾ വീണ്ടും നീങ്ങിയിരിക്കുന്നത്. നന്ദി, ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്.